കഥ കേൾക്കാനും സ്വപ്നം കാണാനും ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഏത് പ്രായത്തിലുള്ളവരെയും വശീകരിക്കാൻ കഥകൾക്കും സ്വപ്നങ്ങൾക്കും കഴിയും. കാരണം എല്ലാവരുടെയും ഉള്ളിൽ എക്കാലവും ഒരു കുഞ്ഞു മനസ്സുണ്ടായിരിക്കും. കഥകൾ കേൾക്കാനും സ്വപ്നങ്ങൾ കാണാനും വേണ്ടി വെമ്പി ഇരിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ്. ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മൾ എത്രയെത്ര കഥകൾ കേട്ടിരിക്കുന്നു, എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് മടുത്തിട്ടുണ്ടോ? ഇനിയും നമ്മൾ ഒത്തിരി ഒത്തിരി കഥകൾ കേൾക്കും, അതിലുമധികം സ്വപ്നങ്ങൾ കാണും, അതിനേക്കാൾ ഇരട്ടി കഥകൾ പറയും. നീല നിറത്തിലുള്ള മാനത്തുകണ്ണി എന്ന ഈ കുഞ്ഞു നോവലും ഒരു സ്വപ്നത്തിൻ്റെ കഥയാണ്. ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി മറ്റൊരു സ്വപ്നത്തിൽ അവസാനിക്കുന്ന ഒരു കുഞ്ഞു സ്വപ്നം. മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നുള്ള ബാലസാഹിത്യകാരൻ സുഭാഷ് ഓട്ടുപുറത്തിൻ്റെ നീല നിറത്തിലുള്ള മാനത്തുകണ്ണി എന്ന നോവലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കടലിൽ നിന്ന് വീശിയടിച്ച കാറ്റിൽ അപ്പുവിന് വല്ലാതെ തണുത്തു. നേരിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ കടൽ കാണുന്നത്. കടപ്പുറം തീർത്തും വിജനമായിരുന്നു. അമ്മയും അച്ഛനും കൂടെയില്ലാതെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരം തനിച്ച് താൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൻ അത്ഭുതപ്പെട്ടു. സ്കൂളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും അവൻ ഇതുവരെ തനിച്ചു പോയിട്ടില്ല. താമസിക്കുന്ന കൊച്ചു ഗ്രാമമാണ് അപ്പുവിൻ്റെ ലോകം. അതിനു പുറത്തുള്ളതൊന്നും അവൻ കണ്ടിട്ടില്ല. പുസ്തകങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയുമാണ് അവൻ പുറം ലോകത്തെ അറിഞ്ഞത്. അപ്പു ചുറ്റും നോക്കി. ഒരൊറ്റ മനുഷ്യജീവിയെയും കാണാനില്ല. കുറേ കടൽ പക്ഷികളെ മാത്രമേ അവന് കാണാൻ കഴിഞ്ഞുള്ളൂ. വെളുത്ത ഭംഗിയുള്ള തൂവലുകളോട് കൂടിയ ആ പക്ഷികളെ അവൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഇത് കടൽ കാക്കകളാകും, അവൻ മനസ്സിൽ പറഞ്ഞു. മഴയ്ക്ക് ശക്തി കൂടി. അപ്പു നനഞ്ഞു കുതിർന്നു. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ തീർച്ചയായും ഭയപ്പെട്ടേനെ. പക്ഷേ കടലിൻ്റെ മുഴക്കവും ഒന്നിനു പിറകെ ഒന്നായി ആർത്തലച്ചു വരുന്ന തിരമാലകളും ഭയപ്പെടുത്തുന്നതിനു പകരം അവനെ വിസ്മയപ്പെടുത്തി. കടൽ ഇത്ര വലിയ അത്ഭുതമാണെന്ന് ഇപ്പോഴാണ് അവൻ അറിയുന്നത്. അതുകൊണ്ട് അവിടെ തനിച്ചു നിൽക്കാൻ അവൻ ഒട്ടും ഭയം തോന്നിയില്ല. ഓരോ തിരമാലയും കാലുകളെ നനച്ചപ്പോൾ ഇക്കിളിപ്പെട്ടിട്ടെന്ന പോലെ അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ തോർന്നു. മേഘങ്ങളുടെ മറ നീക്കി ആകാശത്ത് സൂര്യൻ തെളിഞ്ഞു. കടലിലേക്ക് നോക്കിയപ്പോൾ തിരമാലകൾക്കപ്പുറം ഒരു ദ്വീപ് തെളിഞ്ഞു വരുന്നത് പോലെ അവന് തോന്നി. ദൂരെ ആകാശം കടലിൽ മുട്ടി എന്ന് തോന്നിച്ചിടത്താണ് ആ ദ്വീപ് കണ്ടത്. അവൻ കണ്ണിമയനക്കാതെ അങ്ങോട്ട് തന്നെ നോക്കി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ വടക്കോട്ട് നീങ്ങിയ പോലെ അവന് തോന്നി. അവൻ അത്ഭുതപ്പെട്ടു. ഒഴുകുന്ന ദ്വീപോ? കടലിൽ ഒരിടത്തും നിൽക്കാതെ ഒഴുകി നടക്കുന്ന മാന്ത്രിക ദ്വീപുകളെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതുമാണോ? അവൻ നെറ്റിക്ക് മീതെ കൈപ്പിടം വെച്ച് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അതിൽ നിന്നും പുക പോലെ എന്തോ ഉയരുന്നത് അപ്പോഴായിരുന്നു അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കപ്പൽ! അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അത് ശരിക്കും ഒരു കപ്പലായിരുന്നു. ഒത്തിരി അകലെ നിന്നാണെങ്കിലും കപ്പലിനെ കാണാൻ സാധിച്ചതിൽ അവൻ ഒത്തിരി സന്തോഷം തോന്നി. കണ്ണിൽ നിന്നത് മറയുവോളം അവൻ നോക്കി നിന്നു. കപ്പൽ പൂർണ്ണമായും മറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണും മനസ്സും കടലിൽ നിന്ന് കരയിലേക്ക് തിരിച്ചു വന്നു. നനഞ്ഞ മണലിൽ നിന്നും പല നിറത്തിലുള്ള തിളക്കം അവൻ കണ്ടു. പച്ച, വയലറ്റ്, ചുവപ്പ് എന്നിങ്ങനെ മൺതരികൾക്കിടയിലെ തിളക്കം അവനെ അത്ഭുതപ്പെടുത്തി. രത്നങ്ങൾ പോലെയുള്ള ആ തിളക്കത്തിന് കാരണം സൂര്യപ്രകാശമായിരുന്നു. സൂര്യപ്രകാശം നിലത്ത് വന്ന് വീണപ്പോൾ കറുപ്പും വയലറ്റും ഇടകലർന്ന മണൽ അതുവരെ ഒളിച്ചു പിടിച്ച നിറങ്ങളെയെല്ലാം ഒന്നാകെ പുറത്തുവിടുകയായിരുന്നു. നനഞ്ഞ മണൽ പല നിറങ്ങളിൽ കത്തിപ്പടരുന്ന പോലെ അവന് തോന്നി. അത് കെടുത്താൻ വേണ്ടി എന്ന പോലെ തിരകൾ ഓരോന്നോരോന്നായി ഊഴം കാത്ത് കരയിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു തിര പിൻവലിഞ്ഞപ്പോഴാണ് മണലിൽ പുതഞ്ഞു കിടന്നിരുന്ന ഒരു നാണയം അപ്പു കണ്ടത്. കൗതുകത്തോടെ അവനത് കയ്യിലെടുത്തു. മണലിൻ്റെ അതേ വയലറ്റ് നിറം തന്നെയായിരുന്നു നാണയത്തിനും. എത്രയോ കാലമായിട്ടുണ്ടാകും അത് മണലിനടിയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഏതോ മീൻപിടുത്തക്കാരുടെ കയ്യിൽ നിന്ന് വീണു പോയതായിരിക്കും അത്. അവൻ ആ നാണയം കയ്യിലെടുത്തു. കടൽ വെള്ളത്തിൽ കഴുകിയെടുത്തപ്പോൾ നാണയത്തിലൊരു മുദ്ര തെളിഞ്ഞു. ആ മുദ്ര മറ്റെവിടെയോ കണ്ടിട്ടുള്ള പോലെ അപ്പുവിന് തോന്നി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതവന് ഓർത്തെടുക്കാനായില്ല. കടലമ്മയുടെ സമ്മാനം പോലെ കരുതി അവനത് കീശയിലിട്ടു. ഒരു തിര കൂടി കരയിലേക്ക് പാഞ്ഞു വന്നു. തിര അപ്പുവിൻ്റെ കാലുകളെ നനച്ചു. ആ തിര മണ്ണിനടിയിൽ കുറേ കാലമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന മറ്റൊരു നാണയത്തെ കൂടി ഉണർത്തി. നേരത്തെ കിട്ടിയ നാണയത്തിൻ്റെ അതേ നിറം, അതേ മുദ്ര. അവനത് കീശയിലിട്ടു. കീശയിൽ കിടന്ന നാണയങ്ങൾ കിലുങ്ങി. വീണ്ടും ഒരു തിര കൂടി വന്നു. ഒരു നാണയം കൂടി അപ്പുവിന് കിട്ടി. പിന്നീട് അവൻ തിരകൾ വരാൻ വേണ്ടി കാത്തിരുന്നു. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഓരോ തിരയും പണ്ടെന്നോ മൺമറഞ്ഞ നാണയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
ഓരോ നാണയവും കീശയിലിടുമ്പോഴും അപ്പു വല്ലാതെ വിസ്മയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ നാണയങ്ങൾക്ക് കിലുങ്ങാനാവാത്ത വിധം അവൻ്റെ ട്രൗസറിൻ്റെ 2 കീശകളും നിറഞ്ഞു. ഒരു ചെരുപ്പ് വാങ്ങണം, അവൻ മനസ്സിലോർത്തു. അപ്പുവിന് നല്ലൊരു ചെരുപ്പില്ലായിരുന്നു. കുറേ മുമ്പ് അച്ഛൻ വാങ്ങിക്കൊടുത്ത ഹവായി ചെരുപ്പ് തേഞ്ഞ് തേഞ്ഞ് തീരാറായിരുന്നു. വേറൊന്ന് വാങ്ങിത്തരണമെന്ന് അവൻ കുറേ നാളായി പറയുന്നു. പലവട്ടം പറഞ്ഞിട്ടും അച്ഛൻ മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് പറഞ്ഞ് അമ്മ അവനെ സമാധാനിപ്പിക്കുകയായിരുന്നു. മൺകലമുണ്ടാക്കുന്ന പണിയാണ് അവൻ്റെ അച്ഛന്. കളിമണ്ണ് കുഴിച്ചുണ്ടാക്കുന്ന മൺപാത്രങ്ങളെല്ലാം അമ്മയും അച്ഛനും കൂടിയാണ് വിൽക്കാൻ കൊണ്ടുപോവുക. വൈകുന്നേരം വരെ മൺപാത്രങ്ങൾ തലയിലേറ്റ് നടന്നാലും അധികമൊന്നും വിൽക്കാൻ അവർക്ക് കഴിയാറില്ല. എല്ലാവർക്കും അലൂമിനിയം പാത്രങ്ങൾ മതി. കാറ്റിന് ശക്തി കൂടിയപ്പോൾ കരയിലേക്ക് പാഞ്ഞു വരുന്ന തിരമാലകളുടെ എണ്ണവും കൂടി. പെറുക്കിയെടുത്താൽ തീരാത്ത വിധ നാണയങ്ങൾ ചുറ്റിനും ഉണർന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും പതിയെ വെളിപ്പെടാൻ തുടങ്ങി. അതിന് പക്ഷേ നിറമങ്ങിയ നാണയങ്ങളെക്കാൾ ശോഭയുണ്ടായിരുന്നു. വീട് മേയാൻ ഓല വാങ്ങണം. ഈ കാശ് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകും. അപ്പോൾ മനസ്സിലോർത്തു. അതായിരുന്നു അവൻ്റെ കുന്നോളം ഉയരത്തിലുള്ള മോഹം. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നതായിരുന്നു അവൻ്റെ ഓലപ്പുര. ഇപ്പോൾ പുരമേഞ്ഞാലും കാശ് ബാക്കിയുണ്ടാവും. ഇനി എന്താണ് വാങ്ങേണ്ടത്? അവൻ ആലോചിച്ചു. പക്ഷെ ഒന്നും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ല. തനിക്ക് ഇത്ര ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്തപ്പോൾ അപ്പുവിന് ചിരി വന്നു. അപ്പോഴേക്കും അവൻ്റെ കൈക്കുമ്പിൾ വീണ്ടും നിറഞ്ഞിരുന്നു. ഇനി എനിക്കൊന്നും വാങ്ങാനില്ല കടലേ, അവൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നാണ് അപ്പുവിന് കനുവിനെ ഓർമ്മ വന്നത്. നുരകൾ കൊണ്ട് അവൻ്റെ കാലിൽ പാദസരം തീർത്ത തിരകൾ ഓർമ്മപ്പെടുത്തിയതായിരുന്നു കനുവിനെ. പാദസരമില്ലാത്ത അവളുടെ കാലുകളെപ്പറ്റി ഓർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി. നാണയങ്ങൾ പോലെ എന്തൊക്കെയോ അവൻ്റെ ഉള്ളിൽ വീണു ചിതറി. അതോടെ അവൻ സ്വന്തം മോഹങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പാവം കനു, അവൻ ഓർത്തു. യൂണിഫോമും പുസ്തകങ്ങളും ഇല്ലാത്തോണ്ടാവും അവൾ സ്കൂളിൽ പോകാത്തത്. അപ്പു കയ്യിലെ നാണയങ്ങളിലേക്ക് നോക്കി. അപ്പോൾ മാത്രമാണ് നാണയങ്ങളിലെ മുദ്രകൾക്ക് കനുവിൻ്റെ മുഖമാണെന്ന് അവൻ അറിഞ്ഞത്. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത മുഖഭാവം. അവൻ കൈക്കൊമ്പിളിലെ കനുവിൻ്റെ എണ്ണിയാൽ തീരാത്ത മുഖങ്ങളിലേക്ക് നോക്കി നിന്നു. അപ്പോൾ മറ്റെല്ലാ അത്ഭുതങ്ങളും നിസ്സാരങ്ങളാവുന്നത് അവൻ അറിഞ്ഞു. കനുവിൻ്റെ സങ്കടം നിറഞ്ഞ മുഖം മാത്രം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ കനുവിനെ ഓർത്ത് നിൽക്കുമ്പോൾ ഒത്തിരി ദൂരെ നിന്നും അമ്മ വിളിക്കുന്നത് അവൻ കേട്ടു. അവൻ ചെവിയോർത്തു. ഒരു വലിയ ചെമ്പിനകത്ത് നിന്നെന്ന പോലെ അമ്മയുടെ ശബ്ദം കടപ്പുറത്ത് മുഴങ്ങി. അവൻ്റെ ബോധം അത്ഭുതങ്ങളിൽ നിന്നുണരാൻ വെമ്പി. രണ്ടാമതും അമ്മ വിളിച്ചപ്പോൾ അവൻ്റെ കൈക്കുമ്പിളിലെ നാണയങ്ങൾ താനേ കിലുങ്ങി. അവൻ നോക്കി നിൽക്കെ നാണയങ്ങൾ വെള്ളത്തുള്ളികളായി മാറി. ഓരോ തുള്ളിയും വിരലുകൾക്കിടയിലൂടെ ഇറ്റുവീണു. ഒരിത്തിരി നനവും തണുപ്പും മാത്രം കൈകളിൽ ബാക്കി വെച്ച് നാണയങ്ങളെല്ലാം കനവിൻ്റെ കാണാത്ത കണ്ണീർ തുള്ളികൾ പോലെ തിരകളിൽ അലിഞ്ഞു ചേർന്നു. ശൂന്യമായ കൈകളിലേക്ക് നോക്കിയപ്പോൾ അപ്പുവിന് അങ്ങേയറ്റത്ത് നിരാശയും സങ്കടവും വന്നു. കീശ തപ്പി നോക്കിയപ്പോൾ നനഞ്ഞു കിടക്കുകയായിരുന്നു. വീണ്ടും അമ്മയുടെ വിളി കേട്ടപ്പോൾ അവൻ കണ്ണു തുറന്നു. അമ്മ വിളിക്കുകയായിരുന്നില്ല. നേരം വൈകിട്ടും ഉണരാത്തതിന് അവനെ വഴക്ക് പറയുകയായിരുന്നു. അവൻ നിരാശയോടെ എഴുന്നേറ്റു. ഓലപ്പുരയുടെ കീറലുകളിലൂടെ ഊർന്നു വീണ പകൽ വെളിച്ചം അവൻ്റെ ചുറ്റിലും നാണയങ്ങൾ പോലെ ചിതറിക്കിടന്നു. കടപ്പുറവും ആ നാണയങ്ങളുമൊക്കെ വെറും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം തോന്നി അപ്പുവിന്. അപ്പു നിരാശയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മ അടുക്കളയിൽ പണിയിലാണ്. ഇന്ന് എന്താണാവോ കഴിക്കാനുണ്ടാവുക? കഴിഞ്ഞ 2 ദിവസം അവരുടെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത കപ്പയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. സുഖമില്ലാത്തത് കാരണം കുറച്ച് ദിവസങ്ങളായി അച്ഛന് മൺപാത്രങ്ങൾ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറയത്ത് തൂക്കിയിട്ടിരുന്ന മൺകലത്തിൽ നിന്ന് ഉമിക്കരി എടുക്കുമ്പോൾ ചായപ്പിൽ നിന്ന് അരി വറുക്കുന്ന മണം ഉയർന്നു. ഇന്ന് കഴിക്കാൻ അരി വറുത്തത് തന്നെ, അവൻ മനസ്സിലോർത്തു. വറുത്ത അരി വറുതിക്കാലത്ത് അവർക്ക് പതിവാണ്. അത് അമ്മിയിലിട്ട് പൊടിച്ച് പഞ്ചസാര കൂട്ടി തിന്നാൻ അപ്പുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമിക്കരിയെടുത്ത് പല്ല് തേച്ചുകൊണ്ട് അപ്പു പുഴയോരത്തേക്ക് നടന്നു. പുഴയിലേക്ക് നോക്കി പല്ല് തേക്കുമ്പോൾ അവന് വീണ്ടും കനുവിനെ ഓർമ്മ വന്നു. എവിടെയായിരിക്കും അവൾ? അവൻ ആലോചിച്ചു. ഇപ്രാവശ്യം അവൾ വരില്ലേ? കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ദിവസം പല്ല് തേച്ച് നിൽക്കുമ്പോഴാണ് പുഴയുടെ കിഴക്കേ വളവിൽ പൊട്ടുപോലെ ഒരു കൊട്ടത്തോണി പ്രത്യക്ഷപ്പെട്ടത്. ഒന്നല്ല, ഒരുപാടുണ്ടായിരുന്നു. വലിയ ഒച്ചപ്പാടോടുകൂടി അവ പുഴ മുഴുവൻ വല വിരിച്ചു വരികയായിരുന്നു. വട്ടത്തിലുള്ള കൊട്ടത്തോണികളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആണും പെണ്ണും കുട്ടികളും ഒക്കെ ആയിട്ടാണ് അവർ മീൻ പിടിക്കാൻ ഇറങ്ങിയിരുന്നത്. നല്ല രസമായിരുന്നു കൊട്ടത്തോണികളുടെ പോക്ക് കാണാൻ. വട്ടം കറങ്ങി കറങ്ങി ആകാശത്തിലെ ഗ്രഹങ്ങളെ പോലെയുള്ള സഞ്ചാരം. എത്ര നോക്കി നിന്നാലും മടുക്കാത്ത കാഴ്ചയായിരുന്നു അത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴൊക്കെ അതിലൊന്ന് കയറാൻ അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം? അവർ സംസാരിച്ചിരുന്ന ഭാഷ അവന് മനസ്സിലായിരുന്നില്ല.
അവർ പറയുന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും അവരെ നോക്കിയിരിക്കുക പിന്നീട് അവൻ്റെ ശീലമായി മാറി. രാവിലെയും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലും അവൻ പുഴയോരത്ത് കൊട്ടത്തോണികളെ നോക്കിയിരുന്ന് നേരം പോക്കി. അങ്ങനെയാണ് അവൻ ഒരു ദിവസം കനുവിനെ കാണുന്നത്. എണ്ണ തേക്കാത്ത മുടിയും നീല നിറത്തിലുള്ള പിഞ്ഞിയ ഉടുപ്പും കണ്ടപ്പോൾ അവൻ ആദ്യം സങ്കടമാണ് തോന്നിയത്. അപ്പുവിൻ്റെ ഷർട്ടുകൾ പലതും കീറിയിരുന്നെങ്കിലും അമ്മ അതൊക്കെ തുന്നിക്കൊടുത്തിരുന്നു. കനുവിൻ്റേത് തുന്നിക്കൂട്ടാൻ കഴിയാത്ത വിധം പിഞ്ചിയിരുന്നു. അപ്പുവിൻ്റെ അതേ പ്രായം തന്നെയായിരുന്നു അവൾക്കും. പിന്നെന്തുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോകാതെ അച്ഛനമ്മമാരോടൊപ്പം മീൻ പിടിച്ചു നടക്കുന്നതെന്ന് അവൻ ആലോചിച്ചു. അവരുടെ നാട്ടിൽ ഇപ്പോൾ അവധിക്കാലമായിരിക്കും. അവൻ അങ്ങനെ ആശ്വസിച്ചു. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ എന്നും അവളെ തന്നെ നോക്കിയിരുന്നു. അവളോട് കൂട്ടുകൂടണമെന്നും വിശേഷങ്ങൾ ചോദിക്കണമെന്നും അവന് ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ അവരുടെ ഭാഷ അവൻ ഒട്ടും തന്നെ മനസ്സിലായില്ല. പുഴയിലൂടെ വല വിരിച്ചു വരുമ്പോൾ അവർ ഉച്ചത്തിൽ പറയുന്ന വാക്കുകളൊന്നും കാണാപ്പാഠം പഠിക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അവരേത് ഭാഷയായിരിക്കും സംസാരിക്കുന്നത്? ആക്രിപെറുക്കാൻ വരുന്നവർ സംസാരിക്കുന്നത് തമിഴാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇത് പക്ഷേ അതിൽ നിന്ന് എത്രയോ വ്യത്യാസമുള്ള ഭാഷയായിരുന്നു. അവൻ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്കും അറിയില്ലായിരുന്നു. അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കന്നഡയാവും. അത് ഏത് നാട്ടിലെ ഭാഷയാണ്? അവൻ ചോദിച്ചു. കർണാടകത്തിലെ, അച്ഛൻ പറഞ്ഞു. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ് കർണാടക. അവൻ മാപ്പ് നോക്കി കർണാടകത്തിൻ്റെ സ്ഥാനം കണ്ടെത്തി. കേരളത്തേക്കാൾ ഒത്തിരി വലിപ്പമുള്ള ആ സംസ്ഥാനത്തിൽ എവിടെയാവും കനുവിൻ്റെ വീട്? എവിടെയാവും അവളുടെ സ്കൂൾ? അതിൽ അടയാളപ്പെടുത്തിയ ചില സ്ഥലങ്ങളുടെ പേരുകൾ വായിച്ചപ്പോൾ അവന് ചിരി വന്നു. മംഗലൂരു, ബെംഗലൂരു, തുമക്കുരു. അതെല്ലാം വലിയ പട്ടണങ്ങളുടെ പേരാണ്. കനു പട്ടണത്തിലായിരിക്കില്ല താമസം. ഇതുപോലെ ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും. അവൻ വെറുതെ മാപ്പിലൂടെ വിരലോടിച്ചു. ഒരു ദിവസം കനുവിൻ്റെ കൊട്ടത്തോണി അപ്പുവിൻ്റെ തൊട്ടടുത്ത് വന്നെത്തി നിന്നു. അതവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ അവർ എവിടെയും കരയ്ക്കടുപ്പിച്ച് നിൽക്കുന്നത് കാണാറേയില്ല. ഒരു ഭാഗത്ത് നിന്ന് വലയിട്ട് മറുഭാഗത്ത് നിന്ന് വല വലിച്ച് കയറ്റാറാണ് പതിവ്. അവർ എപ്പോഴും തിരക്കിലായിരുന്നു. കനുവിനെ തൊട്ടടുത്ത് കണ്ടപ്പോൾ അപ്പുവിന് എന്ത് ചെയ്യണമെന്ന് പിടിയില്ലാതായി. അവൻ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. മക സ്വൽപ്പം നീരു കൊടു, അവളുടെ അമ്മ അവനോട് ചോദിച്ചു. അവർ പറഞ്ഞത് അപ്പുവിന് മനസ്സിലായില്ല. എങ്കിലും കുടിക്കാൻ വെള്ളമാവും ചോദിക്കുന്നതെന്ന് അവരുടെ ആംഗ്യത്തിലൂടെ അവൻ ഊഹിച്ചു. അവനത് കേൾക്കാൻ കാത്തിരുന്ന പോലെ പുരയിലേക്ക് പാഞ്ഞു. ഒരു പാത്രം വെള്ളവും ഒരു സ്റ്റീൽ ഗ്ലാസും എടുത്ത് അവൻ അവർക്ക് നേരെ നീട്ടി. മകള് കനു, ഇത് നീര് തൊകൂ. അമ്മ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അവൾക്ക് കൊടുത്തു. അവളത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. പിന്നെ പാത്രവും ഗ്ലാസും അവനെ തിരികെ ഏൽപ്പിച്ചു. അത് വാങ്ങുമ്പോൾ അപ്പു അവളെ നോക്കി. അവൾ പതിയെ ചിരിച്ചു. കനു എന്നത് അവളുടെ പേരായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. പിന്നീടെന്നും ഒരു പാത്രം വെള്ളവും ആ സ്റ്റീൽ ഗ്ലാസും അമ്മയുടെ മേലെ എടുത്തു വെച്ചുകൊണ്ടാണ് അപ്പു പുഴക്കരയിൽ ഇരിക്കാറ്. പക്ഷേ പിന്നീട് ഒരിക്കലും അവൾ വെള്ളം ചോദിച്ചില്ല. കാണുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ മുകളിലേക്കായിരിക്കും. ഇതിനു മാത്രം നോക്കിയിരിക്കാൻ മാനത്ത് എന്താണാവോ ഉള്ളത്? അപൂർവമായി കണ്ണുകൾ തമ്മിലിടയുമ്പോൾ അവൾ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ പിന്നെ അവൻ്റെ കണ്ണുകളും നിലം വിട്ട ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. മഴവില്ലിൻ്റെ 7 നിറങ്ങൾ കൂടി ചേർന്ന് കനുവിൻ്റെ ഉടുപ്പിൻ്റെ നീല നിറമായി ചുറ്റും നിറയും പോലെ അവന് തോന്നി. കനുവിൻ്റെ കൊട്ടത്തോണിയിൽ കയറണമെന്ന് അപ്പോൾ ഒത്തിരി വട്ടം ആഗ്രഹിച്ചിരുന്നു. അവളോടൊപ്പം കൊട്ടത്തോണിയിൽ വട്ടം കറങ്ങണം. കിഴക്കേ വളവിനപ്പുറത്തെ പുഴയിലേക്ക് സഞ്ചരിക്കണം. എന്ത് രസമായിരിക്കും ആ യാത്ര! അവൻ ആ യാത്ര പലവട്ടം മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. കിഴക്കേ വളവിനപ്പുറത്തെ പുഴ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ സങ്കല്പങ്ങളിൽ കണ്ണെത്താ ദൂരത്തിനപ്പുറമുള്ള പുഴയോരങ്ങൾ വിസ്മയലോകമാണ്. പടിഞ്ഞാറ് അവൻ്റെ കാഴ്ച അവസാനിക്കുന്ന ദൂരത്തിനപ്പുറം കടൽ തുടങ്ങുന്നു. കൈക്കമ്പിളിൽ ഒതുങ്ങാത്ത വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച കടൽ. സ്വപ്നങ്ങളിൽ മാത്രം അവൻ കണ്ട കടൽ. അപ്പുവിൻ്റെ വിസ്മയലോകം ഇവിടെ തീരുന്നില്ല. നീല നിറത്തിലുള്ള മാനത്ത് കണ്ണിയുടെ അടുത്ത എപ്പിസോഡുമായി കാണും വരേക്കും ബൈ. നന്ദി, നമസ്കാരം.